അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡ് അനാലിസിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാണാൻ പറ്റും, ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. 47,600 സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 9:40 വാങ്ങിക്കുകയും അത് 10:05 സമയത്ത് ഞാൻ എക്സിറ്റ് ആവുകയാണ് ഉണ്ടായത്. അതിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 423 റേഞ്ചിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സിറ്റ് ചെയ്തത് 558 റേഞ്ച്. അപ്പോൾ ഞാൻ 423 വാങ്ങിക്കുകയും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് 390 റേഞ്ചാണ്. ഏകദേശം 34 പോയിൻറ്റിനടുത്ത് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എക്സിറ്റ് ചെയ്തത് ഏകദേശം 1:4 റിസ്ക് റിവാർഡിനടുത്ത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ട്രേഡിൻ്റെ ലോജിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റി ചാർട്ടിലോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇന്ന് മാർക്കറ്റിൽ ബുള്ളിഷ് ആയിരുന്നു. ഞാൻ ബേസിക്കലി പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് സോൺ, കാരണം ഇത്രയും ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ ഇത്രയും ഈ ഹൈന്ന് ഇത്രയും ഒരു സെല്ലിംഗ് പ്രഷർ വരുമ്പോൾ ഐ എം എക്സ്പെക്റ്റിങ്, സ്വാഭാവികമായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഷോർട്ട് ടേം ട്രെൻഡ് ബിയറിഷ് തന്നെയാണ്, എന്നാലും ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോണിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റിൽ പൊതുവേ ഒരു പുൾ ബാക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഇന്ന് നമ്മൾ കണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ശരിക്കും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുൾ ബാക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഡൗൺ സൈഡ് ഫാളാണോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ടോട് തിരിച്ച് കയറാനാണോ, അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഈ മാർക്ക് ചെയ്ത ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 21,867 മുതൽ അല്ലെങ്കിൽ 21,900 എന്ന് പറഞ്ഞ ലെവൽ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുമ്പോൾ നിഫ്റ്റി പല പ്രാവശ്യമായിട്ട് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂവിങ് ആവറേജ് സപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ മൂവിങ് ആവറേജ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. EMA ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. EMA ബ്രേക്ക് ചെയ്താലും ഈ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടിലാണ് നിഫ്റ്റി ഇപ്പോൾ വന്ന് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊന്ന് 5 മിനിറ്റ്സിലോട്ട് പോയാലും ഇന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റേഞ്ച് തന്നെയായിരുന്നു ശരിക്കും. നമ്മൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ ഒരു സപ്പോർട്ട് ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സപ്പോർട്ട് തിരിച്ചു വന്നെടുക്കും. കാരണം ഇന്നലെ ആ ഒരു സപ്പോർട്ട് ജസ്റ്റ് ഒന്ന് റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്, പിന്നീട് അങ്ങോട്ട് മാർക്കറ്റ് കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നിഫ്റ്റി ഒരു ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് ഇട്ട് നിൽപ്പുണ്ട്. നമുക്ക് ട്രെൻഡ് ഫർദർ ഡൗൺ സൈഡ് ആണോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുക എന്നൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയിലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. ബാങ്ക് നിഫ്റ്റി ഞാൻ ആക്ച്വലി ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്തും കുറച്ചും കൂടെ നിഫ്റ്റിനേക്കാളും കുറച്ചും കൂടെ ഒരു ആക്യുറസി കൂട്ടിയിട്ടുള്ള ഒരു ട്രേഡായിട്ട് തോന്നി. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ബാങ്ക് നിഫ്റ്റി ഈ ഒരു ചാർട്ട് പാറ്റേണിൽ തന്നെയാണ് കുറേ നാളുകളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേണിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്തായാലും ഈ ഒരു റേഞ്ച് വരുമ്പോൾ റിവേഴ്സൽ ആവുന്നുണ്ട്. ഈ റേഞ്ചിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്ത് റിവേഴ്സൽ ആവുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു ജസ്റ്റ് എന്തായാലും ബെയറിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിലും എന്തായാലും ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ലെവലെന്ന് പറഞ്ഞാൽ 47,400 ലെവൽ, ആ ലെവലിൽ ഒരു സപ്പോർട്ടായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ട്രെൻഡ് ലൈനിലും ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സിലോട്ട് പോയാൽ അപ്പോൾ ഈ ഒരു റേഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള കറക്റ്റ് റേഞ്ച് രാവിലെ ഈ ഒരു റേഞ്ചിൽ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 47,400 അല്ലെങ്കിൽ ആ കറക്റ്റ് ട്രെൻഡ് ലൈനിന് അടുത്ത് വന്ന് തന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ട് എടുക്കുന്നതിനോടൊപ്പം തന്നെ ശരിക്കും ഈ ഒരു റേഞ്ചിൽ വരുമ്പോൾ എൻട്രി എടുക്കാനായിരുന്നു ഞാൻ ഇടുന്നത് രാവിലെ തന്നെ. പക്ഷേ ഇത്രയും വലിയൊരു വോളറ്റൈൽ മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു മൂവ്മെൻറ്റിലൊക്കെ ഇവിടേക്ക് എൻട്രി എടുക്കുക എന്ന് പറഞ്ഞാൽ ഹൈലി റിസ്ക് ആണ്, നമുക്ക് ഇത്രയും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ എൻട്രി ഞാൻ അവോയ്ഡ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എന്തെങ്കിലും ഒരു പുൾ ബാക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു റേഞ്ചിൽ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഇമ്പോസിബിൾ ആണ്. കാരണം ഇത്രയും ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ എനിക്കൊരിക്കലും കോൺഫിഡൻസ് ഇല്ല. കാരണം അത്രയും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് നമുക്ക് അത്രയും ലോസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് പിന്നീട് ഞാൻ മാർക്ക് ചെയ്ത ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേ ഹൈ 9:15 ഈ ഡേ ഹൈ 47,585 റേഞ്ചും അതുപോലെ തന്നെ ഈ ഒരു സോൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ ഹൈയുടെ അവിടെ വന്ന് ഒരു റീട്രേസ്മെൻറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻട്രി എടുത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഡേ ഹൈയുടെ അവിടെ വന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്ന സോണിലായിരുന്നു, അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് ട്രെൻഡിന് ഒരു പുൾ ബാക്ക് ഒരുക്കുന്ന സമയത്താണ്. 9:35 കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു ക്യാൻഡലിന് തുടക്കത്തിൽ തന്നെ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ അല്ല എൻട്രി എടുത്തത്, ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് വന്നു. അതിനുശേഷം ഈ ക്യാൻഡിൽ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഈ ഒരു ക്യാൻഡിലിന് താഴെയായിട്ട് അല്ലെങ്കിൽ 390 റേഞ്ചിലായിരുന്നു നമ്മൾ ആ ഓപ്ഷനിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ മാർക്കറ്റ് ഞാൻ എക്സിറ്റ് ചെയ്തത് പ്രോബ്ലി ഞാൻ ഈ ഒരു
കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽ ഈ ഒരു 47,854 എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് ഒരു റിവേഴ്സൽ ഉണ്ടായി. ശരിക്കും ഞാൻ ഇവിടം വരെ കൊണ്ടുപോയിരുന്നില്ല. ഈ ഒരു ക്യാൻഡിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം നമുക്ക് 10 മണിയുടെ ക്യാൻഡിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ റിസ്ക് റിവാർഡ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നോക്കിയ സമയത്തും ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിവേഴ്സൽ വരാൻ ചാൻസ് ഉള്ള ലെവലും കൂടെയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈ ഒരു ലെവലിൽ 10 മണിക്ക് ശേഷം ഞാനിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിയാണ് ചെയ്തത്. ഏകദേശം 1:4 നമ്മൾ റിസ്ക് റിവാർഡ് ട്രേഡ് റിവാർഡ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1:4 ഈ 47,800 റേഞ്ചിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടു കറക്റ്റ് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ 47,854 എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്ത അതേ റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ ബാങ്ക് നിഫ്റ്റി തിരിച്ച് താഴോട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്കൊരു ബെയറിഷ് ട്രെൻഡ് ആയതുകൊണ്ടാണ് പൊതുവേ അങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്ത് പിന്നീട് അതേ ഡേ ലോയിൽ വന്ന് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് അടുത്ത തിങ്കളാഴ്ച മുതൽ ഇനി അടുത്ത പുതിയ ട്രേഡോട്ട് കാണാം.